വീണ്ടും ഞാനൊരു ഗ്യാപ്പിന് ശേഷം എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം നിങ്ങളെ പറഞ്ഞു പറ്റിക്കും വീഡിയോസ് ഇടുമ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്നുള്ളത് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് കേട്ടോ, നമുക്കതിന് പറ്റാത്ത, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ. അതിപ്പോൾ എന്തിനാ ഇപ്പോൾ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ കുറച്ച് മെമ്മറീസ് അല്ലേ. ഇപ്പം ഞാൻ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇടണോ വേണ്ടേ എന്നുള്ളത് ഇങ്ങനെ ആദ്യം തിങ്ക് ചെയ്തു. പിന്നെ ഞാൻ കരുതി നമ്മുടെ മെമ്മറീസ് അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ പച്ചക്കറി എല്ലാം നമ്മൾ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടോ, നാളത്തെ സദ്യക്കുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് എല്ലാ പണികളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളെ നമ്മൾ ഇതിനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ടൈം അങ്ങനെ പോകും. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ ഇടാനുള്ള പൂവെല്ലാം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു, വലിയ ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരും ഞങ്ങളെല്ലാം കൂടിയിട്ട് നന്നാക്കുകയാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനും സിദ്ധും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പയും കൂടി തന്നു. എല്ലാ പ്രാവശ്യം പപ്പയാണ് വരച്ച് തരാറൊക്കെ ഉള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഇട്ട് തുടങ്ങി. പകുതിയിൽ നിന്നാണ് ആൾ കയറി വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളിടുന്ന സമയത്ത് അളവൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇതാണ്. ആളുടെ പണിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ അളക്കാൻ തുടങ്ങും. ഇത് തെറ്റാണ്, അത് കറക്റ്റായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളതിങ്ങനെ കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ആദ്യമേ ചെയ്തുവിടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിയാവും. പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അമ്പലത്തിലെല്ലാം പോയി തൊഴുത് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ട് പറയല്ല, സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. വീട്ടിൽ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് സദ്യ കഴിച്ചു, അവരിങ്ങോട്ട് വന്ന് ഇവിടുന്ന് സദ്യ കഴിച്ചു. അങ്ങനെ സദ്യ കഴിക്കൽ തന്നെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ ചുറ്റി നടന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെയൊക്കെ കുറച്ച് നടന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓണം കേട്ടോ. ഈ വർഷത്തെ ഓണത്തിൻ്റെ വീഡിയോസ് ഞാൻ വഴിയേ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.